ഇനി ഇത് തെറ്റിച്ചാ ഇനി ഡയലോഗ് ഇല്ല. ആ പിന്നെ അമ്പലമായതുകൊണ്ട് ചിക്കനും മട്ടനും ഒന്നും ഇല്ല. ചെറുതായിട്ടൊരു ബീൻസ് മെഴുക്ക് വരട്ടി, ചെറുതായിട്ട് പാട്ടി. ഞാൻ കടലക്കറി ഒക്കെ പറയുന്നതിന് മുന്നേ വരണത് തീരാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞില്ലേ തുടങ്ങുമ്പോ തന്നെ പറയണമെന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞു തന്നു കുഞ്ചു ഞാൻ മെഴുക്ക് വരട്ടി വഴുതനങ്ങ എന്നൊക്കെ പറഞ്ഞു വരുമ്പോ തന്നെ അത് പൊക്കി കാണിക്കണം. അപ്പൊ ഇതെന്താ ഹലോ ഗായ്സ്, ഞങ്ങൾ ഗോപാൽ സ്വാമി ടെമ്പിളിൽ വന്നതാണ് ഗായ്സ്. രാവിലെ 6:30 ആകുമ്പോൾ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കറക്റ്റ് 10:30 ഗായ്സ്. അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറഞ്ഞു ഫുൾ മഞ്ഞ്, 24 hours ഫുൾ മഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത്. എൻ്റെ പൊന്നു മക്കളെ, അവിടുന്ന് ഇറങ്ങി ഇവിടെ വരുവോളം നട്ടക്കണ്ട വെയിൽ എന്ന് പറഞ്ഞാൽ നട്ടക്കണ്ട വെയിൽ. പോട്ടെ, ഒരു പച്ചപ്പ്. ഞങ്ങൾ പായ പുല്ല് ചോറ് കറി എല്ലാം എടുത്ത് വന്ന് എവിടെയെങ്കിലും പായിട്ടിരുന്ന് തിന്നാന്ന് വിചാരിച്ചിട്ട് എവിടെ പായിടാൻ നാട്ടക്കണ്ട ഉച്ചയ്ക്ക് വെയിലത്ത് കത്തിച്ച് വെച്ചേക്കുന്നു ഫോറസ്റ്റൊക്കെ. ഒരു കൊമ്പനാനനെ കണ്ടിട്ടോ, അത് തന്നെ വലിയ കിട്ടലായിരുന്നു. അത് മാത്രമേ പറയത്തക്കതായിട്ടുള്ളൂ. ഇപ്പോൾ മുത്തങ്ങ കയറിയപ്പോൾ മുത്തങ്ങ വഴിയാണ് വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഓരോ മരങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മരങ്ങൾ കാട്ടി കൊടുക്കട്ടെ കണ്ടോ, ഓരോ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഓരോ പാർക്കിംഗ് ആട്ടോ. അതൊരു സെറ്റപ്പായേ, വേറെയുള്ള ഇതൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ പാർക്കിങ്ങിൽ കുറച്ച് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നട്ടുച്ചയായിട്ടായിരിക്കും എല്ലാ പാർക്കിങ്ങും ഓരോ മരത്തിൻ്റെ ഇടയും ഫുള്ളാണ്, അല്ലാതെ റഷില്ല. എന്നാൽ ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ആൾക്കാർ അടങ്ങിയിരിക്കും മോനെ, ആൾക്കാർ വന്ന് തിരക്കാവുമായിരിക്കും. എന്തായാലും നമ്മളിവിടെ ഈ ടെമ്പിളിലേക്കുള്ള പാർക്കിങ്ങിലാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ബസ്സിലാണ് പോകേണ്ടത്, KSRTC ബസ്സിൽ. അതിന് കുറച്ച് കുന്നിൽ അങ്ങനെ പോകണം. നമ്മുടെ വണ്ടി അങ്ങോട്ടേക്ക് അലൗഡ് അല്ല, ആരുടെയും വണ്ടി, പ്രൈവറ്റ് വണ്ടി ഒന്നും. നമ്മളിവിടെ നിർത്തി. ഞാൻ രാവിലെ എല്ലാം കഴിച്ചു, പിറ്റത്ത് ഇറങ്ങിയപ്പോൾ ഓർത്ത ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന്. അതിൽ വലിയ വിശപ്പൊന്നുമില്ല. എവിടെയും പോകാനിറങ്ങുമ്പോഴത്തേനും വിശക്കുന്ന പതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചിലായിട്ടിരിക്കുക. ഇനി ഇവിടെ വന്ന് ഉണ്ണിക്കോട്ടൊക്കെ സ്റ്റീൽ ബോഡി ആയിട്ട് നിൽക്കുന്നത്, AC ഇട്ട് വന്നിട്ട് ഫുള്ള് വയർത്ത് ഇവിടെ എത്തിയപ്പോൾ ബനിയനൊക്കെ ഊരി ഇത്തിരി കാറ്റ് കൊള്ളാൻ നിർത്തിയത് അവനെ. ഒരു ടാറ്റ കൊടുത്ത് ടാറ്റ പോവാൻ നേരം ടാറ്റ. ആ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. ഉണ്ണിമോളെ പറ, അതാ ക്യാമറ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറ. ഉണ്ണി എവിടെയാ പോണേ? ടെമ്പിളിൻ്റെ പേരെന്താ? ഉണ്ണിയെ ടെമ്പിളിൻ്റെ പേര് പറ. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന ടെമ്പിളിൽ പോവാന്ന് പറ. ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ടെമ്പിളിൽ പോവാ. ഏത് ടെമ്പിളില്? ഗോപാൽ സ്വാമി ഹിൽസ്. ഗോപാൽ സ്വാമി ഹിൽസ്. ആ ഉണ്ണി ഗോപാൽ സ്വാമി ഹിൽസിൽ പോവാ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാ പോവുള്ളൂ. എന്തായാലും ഇവിടെ ഇനി തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാം ഫുഡ് സെറ്റപ്പ് ആക്കിയിട്ടാണ് വന്നേ. ഉണ്ണിമോനുള്ളത് ഉണ്ണിക്കുട്ടിക്കുള്ളത് സെപ്പറേറ്റ്, ചോറ് കറി പൊരിച്ചത് വറുത്തത്. അത് ഞങ്ങളിവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് തിന്നിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ടേ വരുള്ളൂ. ഫുഡൊക്കെ കാണിക്കാം വഴിയേ. എന്നാൽ കഴിക്കാൻ പോട്ടെ. ഇപ്പോൾ ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, കാറ്റുണ്ടപ്പോൾ. ഞങ്ങൾ ഫുഡ് കഴിക്കരുത്. ഉണ്ണിക്കുട്ടൻ ഫുഡ് കഴിക്കുന്നുണ്ടോ? ഉണ്ണിക്കുട്ടന് കൊടുക്കുകയാണ്. ഇവിടെ അതാ ഉണ്ണിമോള്. രണ്ടും കാർട്ടൂണാണ് കേട്ടോ, നടപടി ആവൂല. ഞാൻ ഉണ്ണിമോക്കായതുകൊണ്ട് ഇങ്ങനെ എടുത്തതാ. മീൻ ഉണക്കമീൻ വറുത്തത്, കടലക്കറിയാണ്, പിന്നെ വഴുതനങ്ങ തോരനുണ്ട്, ബീൻസും മെഴുക്കുവരട്ടി ഉണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ, ഓവറായിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കല്ലേ? കഴിച്ചോ? വായിലുള്ളത് ഞാൻ ഓൾറെഡി വാരി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇരിക്കാൻ. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്പലം ആയതുകൊണ്ടേ ചിക്കനും മട്ടനൊന്നും ഇല്ല. ചെറുതായിട്ടൊരു ബീൻസ് മെഴുക്കുവരട്ടി, ചെറുതായിട്ട് ഒരു വഴുതന തോരൻ, അങ്ങനെ വെജിറ്റബിളിൽ ഒതുക്കി. അത് ഉണക്കമീനല്ലേ, ഇതിന് ചോരയും നീരൊന്നും ഇല്ലല്ലോ. അത് കടലക്കറി, അത് കണക്കേ കൂട്ടൂല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ ചേട്ടായി കഴിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാൻ. കൊതി വിട്ടുന്ന ആരെങ്കിലുമൊക്കെ തൂച്ചും. ഫുഡ് അടിപൊളിയായിട്ടോ, കുറേ കഷ്ടപ്പെട്ടാലെന്താ. പക്ഷെ ഇതൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് സീൻസ് ഉണ്ട്. അത് വീട്ടിൽ ചെല്ലുമ്പോൾ അടുക്കളയൊക്കെ കാട്ടാനിറങ്ങിയ പോലെ ഉണ്ട്. എല്ലാവരും ടൂർ പോകുമ്പം ആ സെറ്റപ്പൊക്കെ അല്ലേ കാണിക്കുള്ളൂ. നമ്മൾ ചെന്നിട്ട് ബിഹൈൻഡ് സീൻ കാണിക്കാം കേട്ടോ. അല്ല വേണ്ട, മോശം കട്ട് അതില്ല. കഴിക്കട്ടെ, മതി. നല്ല തിരക്കാട്ടോ ഇവിടെ. നട്ടുച്ചയായാലും ഒരുപാട് തിരക്കുണ്ട്. അങ്ങ് ടിക്കറ്റ് എടുക്കുന്നിടത്ത് വന്നാണ് ക്യൂ. അപ്പോൾ വെയിലത്തേക്ക് ഇങ്ങ് മാറി നിന്ന ചേട്ടാ ടിക്കറ്റ് എടുക്കാൻ പോയി. അച്ചു ഉണ്ണിക്കുട്ട അച്ചു വെക്കുന്നുണ്ടല്ലോ. ആണോ?
ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി. പക്ഷെ ഒരു പണി പാളി. നമ്മള് ക്യാമറ അലൗഡ് അല്ല ഇങ്ങോട്ടേക്ക്. ഒരു ക്യാമറ അലൗഡ് അല്ല, 5,000 ഫൈനാന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കൊണ്ട് വെച്ചിട്ട് വന്നിട്ടോ. സാറില്ല, ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച്. പിന്നെ ഉണ്ണിക്കുട്ടന്റെ ഫസ്റ്റ് ബസ് യാത്രയാണ്. ഈ നമ്മുടെ സ്വന്തം സ്റ്റേറ്റിലും അതർ സ്റ്റേറ്റിലൊക്കെ ആയിട്ട് ഫസ്റ്റ് യാത്ര ഉണ്ണിക്കുട്ടന്റെ. അത് കർണാടക സ്റ്റേറ്റിന് KSRTC-യിലായി. ഉണ്ണിക്കോട്ട പിന്നെ അതർ സ്റ്റേറ്റിന് ഫസ്റ്റ് KSRTC അല്ല ബസ് യാത്രയാണ്. ഹായ് കൊടുക്കും. ഞങ്ങള് ബസ്സിലാ പോണേന്ന് ആർക്കോ വേണ്ടി പറഞ്ഞു പറയുന്നൊക്കെയാണ്. മാക്സിമം ഇവിടുന്ന് കുറച്ച് കയറാനുണ്ട്. ഏതൊരു ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി, അതിന് വലിയ കാര്യം. ചങ്ങാതിന്റെ ഒക്കെ കൂടെ ബസ്സിൽ യാത്ര ചെയ്തിട്ട് എത്രയോ കാലമായി. ചെയ്യാറന്നില്ല. പട്ടി കിടന്നാലും പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലെങ്കിലും ബൈക്കിലല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടിയിൽ പോലും ബസ്സിൽ കയറി. ഞാൻ എന്നിട്ട് എനിക്ക് കൊതിയും കൊണ്ടൊക്കെ ബസ്സിൽ പോകും. ചിലപ്പോൾ 8 വർഷമായി ഗതികേട് തുടങ്ങിയിട്ട്. എത്തിട്ടോ ഞങ്ങള്. ഇത്ര നേരം എന്റെ വാ സൈലന്റ് ആയിരുന്നു. മഞ്ഞ അതാ ഇത് കളറ് മഞ്ഞ. പിന്നെ ആ വണ്ടിയുടെ ബാക്കിൽ മഞ്ഞ. ഹലോ ഗായ്സ്, 24 hours മഞ്ഞ് കാണാൻ എന്നെ കൂട്ടിക്കൊണ്ടെന്നാണ്. മൊട്ടപ്പൊന്തിൽ നിറയെ വെയിലാണ്. മഞ്ഞ് പോയിട്ട് ഇവിടെ KSRTC-യുടെ മഞ്ഞ കളറും വണ്ടിയുടെ ബൈക്കിലെ മഞ്ഞ ആനേനെ കാണിച്ചു തരാം, മഞ്ഞ് കാണിച്ചു തരാന്ന് പറഞ്ഞ് ഗോപാൽ സ്വാമി ടെമ്പിളിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആനപ്പിണ്ടം കാണിച്ചു തന്നു. മഞ്ഞ കളറില്ലാതെ ഞാനിവിടെ എങ്ങും മഞ്ഞ് കണ്ടില്ല ഗായ്സ്. അമ്പലത്തിന് പണിയടിക്കുന്നുണ്ട്, കേറിയിട്ട് വരാം. ഇല്ലേ ലാസ്റ്റത്തെ ബസ്സും കിട്ടൂല. കൊണ്ടുവന്ന ആളിവിടെ ഒന്നും അറിയാതിരിക്കുന്നു. എൻ്റെ ചെക്കനെ ഉറങ്ങി. ഉണ്ണിമോളെ എന്താ പരിപാടി? ഉണ്ണിമോള് കുഴിയാനേനെ തപ്പുക. അതെങ്കിലും കിട്ടട്ടെ. ഹലോ, ഇങ്ങോട്ട് നോക്കൂ. മാറട്ടോ. ഒരു വലിയ കുന്നിൻ്റെ കല്ലും കൊണ്ട് ഫുള്ളും പണി കഴിപ്പിക്കപ്പെട്ട ഒരു അടിപൊളി ക്ഷേത്രമാണ് കേട്ടോ ഈ ഗോപാൽ സ്വാമി ടെമ്പിൾ. ഗോപാൽ സ്വാമി എന്ന് പറഞ്ഞാൽ കൃഷ്ണനെയാണ് പ്രതിപാദിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ മഞ്ഞില്ലാത്തൊരു സമയമായി, പക്ഷെ ഫുള്ളും വെയിലാണ്. എന്നാൽ പോലും ഇവിടെ ഭയങ്കര നല്ല കാറ്റാണേ. ഫുള്ള് കാറ്റാണ്, നല്ല തണുത്ത കാറ്റ്. അതുകൊണ്ട് നമുക്കങ്ങനെ വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ ഒരുപാട് പേര് റീൽസൊക്കെ ഇട്ട് അങ്ങനെ ഫേമസ് ആയൊരു ടെമ്പിളാണ്. നമ്മൾ മലയാളികൾ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ കാണാനുള്ള ഇപ്പോൾ. പക്ഷെ ഇപ്പോൾ ഇവിടേക്ക് ക്യാമറയൊന്നും അലൗഡല്ല, കടത്തി വിടുന്നില്ല. ഈ നട്ടുച്ചയ്ക്കായാലും ഒരുപാട് പേരൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ക്യാമറ കടത്തി വിടാത്തത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കി നമുക്കൊക്കെ. കാരണം നമ്മളെല്ലാവരും അത് വിചാരിച്ചിട്ടാണ് വന്നേ. സാരമില്ല, ഫോണുള്ളത് കൊണ്ട് കുറച്ചൊക്കെ സങ്കടത്തിൽ നിന്ന് എന്താ പറയുക രക്ഷപ്പെട്ട്. ഇത് ടെമ്പിളിൻ്റെ വേറൊരു വശമാണ്. നമ്മളിപ്പോൾ ഒരു റൗണ്ടിങ് അടിച്ചു, അതിലാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. ഓടിക്കോ. ഉണ്ണിക്കാണെങ്കിൽ ഇവിടെ ഓടാൻ മുട്ടിയിട്ട് ചെയ്യാം. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഗൗണ്ടർമാരായിട്ടിരിക്കുക കേട്ടോ. ഇവിടെ ഇത്രയും കുഞ്ഞൊരു ഗൗണ്ടറായി ഉറങ്ങാണ്. ഉണ്ണിയുടെ കുതിരകളിയാണേ. ഉണ്ണിക്കാണെങ്കിൽ പുറലോകം കിട്ടിയൊരു സന്തോഷം. ആൾക്കാർ വിചാരിക്കും പുറലോകം കാണാതെ കിടന്നിട്ട് ഇവിടെ കൊണ്ട് അഴിച്ചു വിട്ടതാണ്. ചില ആട്ടും കുഞ്ഞുങ്ങളും ഒക്കെ അങ്ങനെയാണല്ലോ, പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ കഴുത്തേന്ന് തൊടൽ ഒരു വിട്ടാൽ ഇതാ പരിപാടി. പക്ഷെ ഇതിനെ അങ്ങനെ ആരും പൂട്ടിയിടുന്നൊന്നുമില്ല. എന്നിട്ട് ഈ കുതിരകളി അവിടെ വന്നിട്ട് ഹില്ലേരിയ അല്ലേ,
ഇതിൻ്റെ മേളിലേക്ക് ഇനി ഒരു കുന്നില്ല. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ട്, അതുപോലെ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ കരിഞ്ഞുണങ്ങി വരുന്നൊരു സീസണും കൂടെയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും തളിർക്കും. അപ്പോൾ ഇവിടെ എല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാം, ചില മരങ്ങൾ മാത്രം തളിരിട്ട് നിൽക്കുന്നു. അല്ലാത്ത പുല്ലും കാടുകളൊക്കെ കരിഞ്ഞുണങ്ങിയിട്ടാണ്. അപ്പോൾ ഒന്നും കൂടെ ഭംഗി വരുന്നത് പച്ചപ്പ് വരുമ്പോഴാണല്ലോ എല്ലാം കൊണ്ടും. ഈ കുന്നിൻ്റെ മുകളിൽ കണ്ടോ, ഒരു തെളിനീരുറവ വന്നിട്ടൊരു ചെറിയൊരു പോണ്ടുണ്ടായി കിടക്കുന്നുണ്ട് അവിടെ. ഇവിടെ എന്നും ആന വൈകുന്നേരങ്ങളിൽ വെള്ളം കുടിക്കാൻ വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്ര വലിയ മലേൻ്റെ മുകളിലും വെള്ളം ആണല്ലോ. നമ്മുടെ വയനാട് ചെമ്പ്ര പീക്കിലും ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു പോണ്ടുണ്ട്. അമ്പലത്തിനുള്ളിൽ ഓരോ സ്ഥലത്ത് ഓരോ ആചാരങ്ങളെന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കണ്ടു. ഒരു വേലി പോലെ ഇങ്ങനെ കെട്ടിച്ചിട്ട് അതിൽ ഒരുപാട് ചരട് ഇങ്ങനെ കെട്ടി നിറഞ്ഞു വെച്ചിരുന്നു. അതിൻ്റെ ഉള്ളിൽ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ, ഞാൻ ആദ്യം വിചാരിച്ച് തുണി ഉണങ്ങാനിട്ടതാണ്. പിന്നെ പോയപ്പം ഞാൻ അവിടെ ഉള്ളൊരു സെക്യൂരിറ്റി ലേഡീൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സന്താന പൂജ, പിന്നെ മംഗല്യ പൂജ, അങ്ങനെയൊക്കെ ലഭ്യതയ്ക്കായിട്ട് അങ്ങനെയല്ലേ പറയാം, അതിന് വേണ്ടിയിട്ട് പൂജ ചെയ്ത് കെട്ടുന്നതാണെന്നാണ് പറഞ്ഞു കേട്ടോ. പിന്നെ ആൾക്കാരിങ്ങനെ കെട്ടുന്നൊക്കെ ഉണ്ടോ അവിടെ ചരടൊക്കെ. ഓരോരുത്തരുടെ വിശ്വാസമല്ലേ അല്ലേ. എന്തായാലും ഇവിടെ വന്നു, കുഴപ്പമൊന്നുമില്ല, മഞ്ഞില്ല. ആ ഒരു സങ്കടം നല്ലോണം ഉണ്ട്. ഇപ്പം 4 മണി വരെ ഇവിടെ ഉള്ളൂ. 4 മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ തന്നെ തിരിച്ചു പോവുക. വെയിൽ അത്ര വലിയ സുഖമില്ല. ഒരുപാട് ഇങ്ങനെ പിള്ളേരെ കൊള്ളിക്കുന്നു. ഒന്നാമത് ഉണ്ണിമോക്കൊന്നും സുഖമില്ല അല്ലാണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗോപാൽസ്വാമി ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ. ഇങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ ഈ സൈഡിലായിട്ട് ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് എന്താ ഒരു വീണയൊക്കെ ഇതാക്കിയിട്ട് പാട്ട് പാടുന്നുണ്ട്. രഥം ഇവരുടെ ഉത്സവത്തിനൊക്കെ പുറത്തെടുക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഗോപാൽസ്വാമി ടെമ്പിളിൽ തൽക്കാലത്തേക്ക് ബൈ പറയാണ്. ഇനി മഞ്ഞുള്ളപ്പോൾ എപ്പോഴെങ്കിലും വരാം. കുഴപ്പമൊന്നുമില്ല, വെയിലിൻ്റെ ചൂട് അത്രയ്ക്ക് അങ്ങോട്ട് ഇതില്ല കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നും. ബൈ.